ഗൈസ്, അപ്പം ഇന്ന് വീട്ടിൽ ഇരുന്നപ്പം ഒരൊറ്റ മൈൻഡിനങ്ങ് ഇറങ്ങിയതാ ഗൈസ്. അപ്പം ഞാൻ വിക്ടോറിയയിൽ നിന്ന് ബസ് എടുത്തിട്ട് ഒരു സ്ഥലം കാണാൻ പോവാണ്. 22 ഈ ബസ്സിനാണ്. നമ്മൾ ഡൗൺ ടൗൺ എത്തിയിട്ടുണ്ട്. പക്ഷേ ബസ് സ്റ്റോപ്പ് വേറെ, ഒരു ബസ്സും കൂടെ കയറണം. അതാണ് മെയിൻ ബസ്. ഓക്കെ ഗൈസ്, എവിടെയോ ഒരു സ്ഥലത്ത് വന്ന് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ 800 മീറ്റർ നടക്കണമെന്ന് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പതിയെ നടക്കുക. ഇതാണ് ബുച്ചാർഡ് ഗാർഡൻസ്. ഇതിൻ്റെ അകത്ത് കയറണമെങ്കിൽ നമ്മൾ ക്യാഷ് കൊടുക്കണം. പക്ഷേ നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് പോകണില്ല. നമ്മൾ പോകുന്ന വേറൊരു സ്ഥലത്തോട്ടാണ്. ഈ വണ്ടിയെല്ലാം അങ്ങോട്ട് പോകുന്നതാണ്. വിക്ടോറിയ വന്നു കഴിഞ്ഞാൽ വിസിറ്റ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല കിടിലിനൊരു സ്പോട്ടാണ് ബുച്ചാർഡ് ഗാർഡൻസ്. ഇത്രയും നേരം വന്നത് വെച്ച് എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്. ഞാൻ മാത്രമേ ഇതിൽ നടന്നു പോകുന്നുള്ളൂ. ബാക്കി എല്ലാവരും കാരണം നോ പാർക്കിംഗ് ബോർഡൊക്കെ കാണുന്നുണ്ട്. പക്ഷേ ഇവിടെ ആരും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വിറ്റ്. ഇതിൽ കയറാൻ പറ്റില്ലെന്ന് ഇവിടെ എഴുതി വെച്ചിട്ടില്ല. പക്ഷേ നല്ലൊരു ലൊക്കേഷൻ ഗൈസ്. അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കുറേ തിരിയുന്ന വഴിയുണ്ട്. പക്ഷേ ആരെയും കാണുന്നില്ല. പക്ഷേ കുറച്ച് പേര് അവിടെ നിന്ന് സംസാരിക്കുന്ന സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് അങ്ങോട്ട് എടുക്കാം ഗൈസ്. ഇത് കണ്ടോ, ഫുൾ വഴിയാണ്. ഇങ്ങനെ ഫുള്ള് ചുറ്റോട് ചുറ്റും ലൈക്ക് വഴികളാണ്. പക്ഷേ ഈ വഴിയൊക്കെ എങ്ങോട്ട് പോയാൽ എങ്ങോട്ട് എത്തും എന്നുള്ളതാണ് അറിയില്ലാത്തത്. അപ്പം ഞാനിപ്പോൾ വന്ന വഴിക്ക് കുറച്ച് ഇവിടെയുള്ള കനേഡിയൻസിനെ കണ്ടു. അപ്പോൾ അവർ പറഞ്ഞു ലൈക്ക് ബീച്ച് ആ റൂട്ടാണ്. പക്ഷേ ഞാൻ ആദ്യം എന്നാണെങ്കിലും ഈ സൈഡൊന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് വരാമെന്ന് ഓർത്തിരിക്കുമോ. നോക്കാം. പക്ഷെ കരണ്ടി ഉണ്ടോ എന്നുള്ളതാണ് ഡൗട്ട്. ഈ സ്ഥലം അങ്ങനെ ഒത്തിരി പേര് എക്സ്പ്ലോർ ചെയ്യുന്ന സ്ഥലമല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇതിൻ്റെ തൊട്ടപ്പുറത്താണ് ബുച്ചാർഡ് ഗാർഡൻസ്. ഒരു സംഭവം കാണിച്ചു തരാവേ. ഇത് കണ്ടോ, ബ്ലാക്ക് ബെറീസ് നിൽക്കുന്നുണ്ടോ? ഇത് ശരിക്കും നമുക്ക് കഴിക്കാൻ പറ്റും. ചിലതിന് ഭയങ്കര പുളിയാണ്, പക്ഷെ ചിലത് അടിപൊളിയാണ്. നോക്ക്, ഇത് കണ്ടോ, നിൽക്കുന്നുണ്ടോ? ഗൈസ് നോക്കിയേ, എന്ത് പീസാന്ന് നോക്കി. പിൻ ഡ്രോപ്പ് സൈലൻസ് എന്നൊക്കെ പറയല്ലേ, ആ ഒരു സാധനം. എന്ന് പറഞ്ഞാൽ ആൾക്കാരൊട്ടുമില്ല, ഭയങ്കര ക്വയറ്റാണ്. നല്ല രസമുണ്ട്. എങ്ങനെയും കറങ്ങി തിരിഞ്ഞ് ഇറങ്ങാൻ പറ്റുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. അങ്ങനെ ഫൈനലി മേളിൽ നിന്ന് 2 കനേഡിയൻസ് തന്നെയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നടന്നു വരുന്നുണ്ട്. അതുകൊണ്ട് എനിക്കിപ്പോൾ ഒരു ധൈര്യമൊക്കെ ആയി. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെയാവുമ്പം മിക്കവാറും ഈ കരടിക്കുട്ടന്മാരെല്ലായിടത്തും ഉണ്ടെന്ന് ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്. പക്ഷെ അതെത്ര ശരിയാണെന്നൊന്നും എനിക്കറിയില്ല. നമ്മളങ്ങനെ തന്നെ നടക്കുമ്പം ശ്രദ്ധിക്കണമല്ലോ. വല്ലോ നാട്ടിൽ നിന്നിട്ട് കരടിക്ക് തിന്നാൻ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ഏത് ഗൈസ്, എനിക്ക് ഉമ്മാരെ കമ്പനി കിട്ടി. ഉമ്മാരെന്നെ അങ്ങനെ ഇവിടെ വരെ കൊണ്ടുവന്നു. ഇതാണ് സംഭവം. കിട്ടില്ലല്ലേ ഗൈസ്. ഈ പോണ 2 കണ്ടോ, ഇവന്മാർ മേളിൽ നിന്ന് താഴ്ത്ത് നടന്നവരായിരുന്നു. അവന്മാരെന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഇത് കാണിച്ചു തന്നു. ലൈക്ക് നൈസ് ആൾക്കാരാട്ടോ. കിട്ടില്ല, എനിക്കിഷ്ടപ്പെട്ടു ഈ സ്ഥലം ഗൈസ്. ഇത് കണ്ടോ, ഈ വ്യൂ നോക്കിയേ, അടിപൊളിയല്ലേ. ഇവിടെ കുറച്ച് നേരം ഇരിക്കുമ്പോൾ ഭയങ്കര രസമായിരിക്കും. എന്ന് പറഞ്ഞാൽ ഒട്ടും ലൗഡല്ല, ഭയങ്കര ക്വയറ്റാണ്. താഴേക്ക് ആൾക്കാർ ബീച്ചിലൊക്കെ ഉണ്ട്. പക്ഷേ നോക്കി എന്ത് രസമാണെന്ന് നോക്കി ഗൈസ്. പിന്നെ ഒരു കാര്യം ഉണ്ട്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കാണുന്ന ബോട്ട്സൊക്കെ എന്ന് പറഞ്ഞാൽ പ്രൈവറ്റായിട്ട് ആൾക്കാർ ഓൺ ചെയ്യുന്ന ബോട്ട്സാണ്. അപ്പോൾ അവരൊക്കെ ലൈക്ക് വരും, ബോട്ടിൽ സ്റ്റേ ചെയ്യുക, കുക്ക് ചെയ്യുക. പിന്നെ അതേ കുഞ്ഞു കുഞ്ഞു കയാക്കൊക്കെ ഉണ്ട് എല്ലാവർക്കും. പിന്നെ മറ്റേ പാഡലിങ്ങിൻ്റെ ആ സംഭവമുണ്ട്. എല്ലാവരും അങ്ങനെ ചില്ല് ചെയ്ത് സ്ലോ ലൈഫ് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുക. ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്ന ഏറ്റവും കിടിലിനൊരു വ്യൂ ഇതായിരിക്കും കേട്ടോ. ഇത് സൂപ്പറല്ലേ. നോക്കൂ, ഇവർ രണ്ടുപേരും ഇരുന്ന് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുക. നല്ല പ്രായമായ കപ്പിൾസാണ്. ഓക്കെ, ഈ വ്യൂവിലിരുന്ന് അവർ രണ്ടുപേരും കൂടെ വർത്താനമൊക്കെ പറഞ്ഞിരിക്കുക.
ഗൈസ് വീഡിയോയിൽ ഇതിൻ്റെയൊക്കെ ഭംഗി നിങ്ങൾക്ക് എന്തോരം മനസ്സിലാകുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ഭയങ്കര രസമാട്ടോ. ഒരു പ്രത്യേകതരം കളറാണ് ഇവിടുത്തെ വെള്ളത്തിന്. എനിക്ക് തോന്നുന്നു നാട്ടിലും ഇത് കളറ് നൈസായിട്ട് കിട്ടും, പക്ഷേ എനിക്ക് ഇവിടെ വെള്ളം ഭയങ്കര ക്ലിയർ ആട്ടോ. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം, ലൈക്ക് നമുക്ക് നീന്തൽ അറിയില്ലെങ്കിൽ എത്ര സേഫാണെന്ന് നമുക്ക് തോന്നുന്ന സ്ഥലത്തും ഇറങ്ങരുത്. ഇത് ഭയങ്കര ഡേഞ്ചറാണ് എന്ന് പറഞ്ഞാൽ, ഇത് നോക്ക്, ഇപ്പോൾ ഇത് കണ്ടോ, വെള്ളം ക്ലിയർ ആണെന്ന് ഓർത്ത് നമ്മൾ ഇറങ്ങും, പക്ഷേ ഒരു 4 സ്റ്റെപ്പ് ഫ്രണ്ടിലോട്ട് വെച്ച് കഴിയുമ്പോഴത്തേക്കും നല്ല ആഴമാണ്. അതുകൊണ്ട് വെള്ളം ക്ലിയർ ആണെന്ന് വിചാരിച്ച് ഇങ്ങനെ നമ്മൾക്ക് ഒട്ടും പരിചയമില്ലാത്തടത്ത് പോയി നമ്മൾ ഇറങ്ങരുത് ഒരിക്കലും.